ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു കൂൺ വെച്ചിട്ടുള്ള റെസിപ്പി കാണാം. കൂണ് എല്ലാവർക്കും പ്രിയപ്പെട്ടതാണല്ലോ. ഇന്നിപ്പം നമുക്ക് കൂണൊന്നും പഴയ പോലെ നല്ലതായിട്ട് അവൈലബിൾ ആയിട്ട് കിട്ടാറില്ല. പണ്ട് മഴയും ഇടിയൊക്കെ വെട്ടുമ്പോൾ നമ്മുടെ ചെറുതിലൊക്കെ ഇഷ്ടം പോലെ കൂണ് വീടിന് ചുറ്റും ഉണ്ടായി നമുക്ക് കിട്ടാറുണ്ട്. ഇപ്പം നമുക്കിതെല്ലാം ലോക്കലി എല്ലാ സൂപ്പർ മാർക്കറ്റ്സിലും അവൈലബിൾ ആണ്. അങ്ങനെ കൂൺ കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഒരു ബോക്സ് കൂൺ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. കൂണിൻ്റെ എന്ത് റെസിപ്പി ചെയ്യണമെന്ന് വിചാരിച്ച ഒടുവിൽ കൂൺ തോരൻ വെക്കാമെന്ന് വെച്ചു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, ട്രൈ ചെയ്ത് നോക്കണം. അതിനാദ്യം തന്നെ നമുക്ക് ഒരു പാനിൽ കുറച്ച് കടുക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് നമുക്കൊരു ഒണിയനും ആവശ്യത്തിന് വേണ്ട പച്ചമുളകും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഒരുപാട് ഡീപ്പായിട്ട് വഴരുമൊന്നും വേണ്ട, നമ്മളത് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യമായ ഉപ്പും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൂണും എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കൊടുക്കാം. കൂണിന് പുറത്തൊരു ചെറിയ പാട പോലൊരു സാധനം ഉണ്ട്, നമുക്ക് പൊളിച്ചെടുക്കണം. അതുപോലെ കുറച്ച് നേരം മഞ്ഞൾപ്പൊടിയിലും ഉപ്പിലും സോക്ക് ചെയ്തിടുന്നത് നല്ലതാണ്. എന്നിട്ട് നമ്മളിതെല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് ചെറിയ തീയിൽ ആവശ്യത്തിന് വേണ്ട ഉപ്പും തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടതിന് ശേഷം പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഈ കൂൺ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്, അതുപോലെ നല്ല ടേസ്റ്റിയാണ്. ഉപ്പൊക്കെ ഇടുമ്പോഴത്തേനും ആവശ്യത്തിന് നോക്കി വേണം ഉപ്പിടാൻ വേണ്ടി, ഉപ്പ് കൂടി പോകരുത്. അതിൽ കുഞ്ഞു പിള്ളേർക്ക് നമുക്കിത് കൊടുക്കാവുന്ന റെസിപ്പിയാണ്. കുഞ്ഞുമാവിക്ക് ഇത് കൂട്ടി ചോറ് കൊടുത്തായിരുന്നു. ഇച്ചിരി എരിവ് കൂടിപ്പോയായിരുന്നു. പച്ചമുളക് കൂടാതെ ഒരു പേരിന് കുറച്ച് മുളക് പൊടിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. കൂണിലേക്ക് എല്ലാം കൂടെ പിടിക്കാൻ വേണ്ടി കുറച്ച് മുളക് പൊടി, ആവശ്യമെങ്കിൽ മാത്രം. പച്ചമുളക് ഉള്ളതുകൊണ്ട് ആവശ്യമില്ല, നമുക്ക് വേണമെങ്കിൽ മാത്രം കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളകിൻ്റെ തന്നെ ഫ്ലേവർ നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു. ആവശ്യത്തിന് എരിവ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് വാടി വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ചെറിയ തീയിൽ, ഒരുപാട് സമയമൊന്നും വേണ്ടത് കുക്കായി വരാൻ വേണ്ടി, പെട്ടെന്ന് തന്നെ കുക്കായി വരും. എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്ത്, ഇത് കൂൺ അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ തേങ്ങ ഇതിന് മുകളിൽ വിതറി ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. തേങ്ങ അരപ്പായിട്ടൊന്നും മിക്സ് ചെയ്തെടുത്തില്ല. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കാം. ഞാൻ ഇങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തത്. ആവശ്യത്തിന് വേണ്ട തേങ്ങ അതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കുക. അതും കൂടെ ഒരുമിച്ച് ഒന്ന് മിക്സ് ചെയ്യുക. പണ്ട് ചെറുപ്പത്തിൽ അമ്മമാരൊക്കെ ഈ മഴ ഇടിയൊക്കെ ഒരു വലിയ നമ്മുടെ അംബ്രല്ലയുടെ ഷേപ്പിലൊക്കെയുള്ള കൂണ് കറി വെച്ച് തന്ന ടേസ്റ്റ് മനസ്സിലുണ്ട്. അതാണ് മെയിനായിട്ട് കൂണുണ്ടാക്കാൻ കാരണം. അമ്മമാരുണ്ടാക്കുന്ന രീതിയിലൊന്നും വന്നില്ലെങ്കിലും നല്ല ടേസ്റ്റി ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരു തവണയെങ്കിലും കൂൺ വാങ്ങി ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ് യുവർ വീഡിയോ. സീ വിത്ത് അനദർ വീഡിയോ.